അപ്പോൾ ഗൈസ് വെൽക്കം അഗൈൻ അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ പെരുന്നാൾ പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ഒരു മാളിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് അവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾക്ക് റമളാന് നോമ്പ് തുറക്ക് ഒരു കടയ്ക്ക് പോകും വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഷോപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ അസുഖക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കണമെന്ന് ശ്രദ്ധയില്ല. അവന് താഴെ ജീപ്പിൻ്റെ റൈഡും പിന്നെ ഫുൾ പ്ലേയും ആണ്. അവനക്ക് പിന്നെ ഡ്രസ്സ് എടുക്കാനല്ലായിരുന്നു താല്പര്യം. അവനക്ക് മേലെ പോയിട്ട് ഇങ്ങനെ കുറേ കടകൾ കണ്ടപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു ആഗ്രഹം. അവനക്ക് നോമ്പില്ലല്ലോ, അതിൻ്റെ ഇതായതുകൊണ്ട് അവന് വേഗം ഉപ്പച്ചിയുടെ കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചു. റംസാൻ ആയതുകൊണ്ട് ഇപ്പോൾ ഈ മാളിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളി റംസാൻ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉള്ളതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് പോയി. അവിടെ താഴെ ഒരു കാർ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് അത് കയറണം പറഞ്ഞ് വാശി പിടിച്ചു. അതിൻ്റെ പിന്നാലെ ഞാനും കയറി. ഞങ്ങളൊരു അടിപൊളി റൈഡ് ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പാടെ ഞങ്ങളൊന്ന് കറങ്ങി. യാസിന് ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല തകൃതിയായ മഴയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടൈം ലേറ്റ് ആവുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങി. ഞങ്ങൾക്ക് നോമ്പ് തുറക്ക് അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു.
ഞങ്ങൾ പെരിന്തൽമണ്ണ ഒരു ഈറ്റോ പറഞ്ഞ ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഫുള്ള് ബുക്കിംഗ് ആയിരുന്നു. നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം. അവസാനം ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ചില്ലീസ് റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോമ്പുള്ള ഞങ്ങളെക്കാട്ടിക്കും ധൃതി ഇയാസിനായിരുന്നു. അവർ നല്ല ടയേർഡായിരുന്നു. അവൻ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ അവിടുന്ന് ഗ്രേപ്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഉപ്പച്ചിയുടെ വക ടോപ്ലസിൻ്റെ ട്രീറ്റ് ആയിട്ട് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എല്ലാവരോടും ബൈ.